കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. മാങ്ങ എങ്ങനെ കേടില്ലാതെ പുഴുക്കുത്തില്ലാതെ പഴുപ്പിച്ചെടുക്കാമെന്നതിനെ പറ്റിയായിരുന്ന വീഡിയോ. 50 ഡിഗ്രി ചുടുവെള്ളത്തിൽ മാങ്ങ 10 മിനിറ്റ് ഇട്ടതിന് ശേഷം തുടച്ച് നമ്മൾ പഴുപ്പിക്കുകയാണെങ്കിൽ ഒരു മാങ്ങ പോലും കേടില്ലാതെ നമുക്ക് കഴിക്കാൻ കിട്ടും. ഇതായിരുന്നു ആ വീഡിയോ. ഞാനിവിടെ ടേബിളിൽ 3 മാങ്ങ തൊലി ചെത്തി കാണിക്കാൻ പോവുകയാണ്. ഇതിൽ ചുടുവെള്ളത്തിലിട്ടതും ഇടാത്തതുമായ മാങ്ങയുണ്ട്. ഈ മാങ്ങയുടെ പേര് എനിക്കറിയില്ല, പക്ഷേ കുറച്ച് വലിയ മാങ്ങയാണ്. ഞാൻ എൻ്റെ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാങ്ങ 50 ഡിഗ്രി ചുടുവെള്ളത്തിൽ 10 മിനിറ്റ് നേരം ഇട്ടുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ഇതിന് കേട് കാണാൻ വളരെ സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. മാങ്ങയുടെ തൊലി വളരെ നൈസാണ്, അതുകൊണ്ട് പീലർ കൊണ്ട് ചെത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഒക്കെ നമുക്ക് ചെത്തിയെടുക്കാം. ഇതാ ഞാൻ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊലി ചെത്തിയതിന് ശേഷം നമുക്ക് മാങ്ങ ഒന്ന് കത്തി കൊണ്ട് മുറിച്ച് നോക്കാം. അപ്പോൾ കേടുണ്ടെങ്കിൽ നമുക്കറിയാലോ. തൊലി എത്തി കഴിഞ്ഞു. ഇനി നമ്മൾ കത്തിയെടുത്ത് മുറിക്കാൻ പോവുകയാണ്. ഇതൊക്കെ കണ്ട ഒരു കേട് പോലും ഇല്ല. ഒരു പുഴുക്കുത്തോ അല്ലെങ്കിൽ ഒരു ഡോട്ടോ മാങ്ങയിൽ കാണാനില്ല. മറിച്ചായിരുന്നെങ്കിൽ ഈ മാങ്ങ നമ്മൾ കളയേണ്ടി വന്നാണ്. ഇനി നമുക്ക് ഈ മാങ്ങയിൽ കുഴപ്പമില്ല നമുക്ക് മനസ്സിലായി. ഇനി ഒരു മാങ്ങ കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇനി അതിൽ കേടുണ്ടോ നമുക്കറിയില്ലല്ലോ. അടുത്ത മാങ്ങ ഞാൻ എടുക്കുകയാണ്. ഇതിന് പേരൊന്നും അറിയില്ല. പൊതുവെ ഈ 2 മാങ്ങയിലും പുഴുക്കുത്ത് വളരെയധികം കണ്ടുവരാറുള്ളതാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, പക്ഷേ പുഴുക്കുത്ത് കാരണം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതിന് ശേഷമാണ് ഇങ്ങനൊരു സൂത്രം കണ്ടുപിടിച്ചത്. തൊലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ല മാങ്ങ പുഴുകുത്തി പോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും. തൊലി എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് കത്തിയെടുത്ത് മുറിച്ച് നോക്കാം. ഇതും 50 ഡിഗ്രി ചുടുവെള്ളത്തിലിട്ട് പഴുപ്പിച്ച മാങ്ങയാണ്. 10 മിനിറ്റ് നേരം. ഒരു കേടുമില്ല. വളരെ മനോഹരമായിട്ട് പഴുത്തിട്ടുണ്ട്. ഒരു ഡോട്ട് പോലും നമുക്ക് കാണാനില്ല. ഇനി ഞാൻ 3ാമത്തെ മാങ്ങ എടുക്കുകയാണ്. ഇത് ഞാൻ ചുടുവെള്ളത്തിൽ ഇട്ടിട്ടില്ല. കാരണം ഇതിൻ്റെ വ്യത്യാസം അറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചു, പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി. ഇത് തൊലിയെത്തേണ്ട കാര്യമില്ല. മാങ്ങയുടെ മട്ടും ഭാവവും കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഉള്ളിൽ കേടുണ്ടാവും എന്നുള്ളത്. ചെത്തുകയാണ്. കണ്ട, ചുടുവെള്ളത്തിലിട്ടില്ല, കേട് വന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി എല്ലാവരും മാങ്ങ പഴുപ്പിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് മാങ്ങ രുചിച്ച് നോക്കാം. കാരണം ചുടുവെള്ളത്തിലിട്ട മാങ്ങയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് അറിയണല്ലോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരം. ഒരു വ്യത്യാസവും ഇതിന് കാണുന്നില്ല. മാവിൽ നിന്ന് പഴുത്ത് കിട്ടുന്ന അതേ രുചി.